നമുക്കിന്ന് ഈ ബണ്ണ് വെച്ചിട്ട് ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിൽ ഈ 2 ബണ്ണും നമുക്ക് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര, ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1/2 ലിറ്റർ പാൽ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ട്രേയിലേക്ക്, പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ട്രേയിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു അലുമിനിയം ഫോയിലെടുത്ത് ഇങ്ങനെ മൂടി വെച്ചു. അതിനുശേഷം ഒരു മൂടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെക്കും. എന്നിട്ട് ഒരു അടപ്പിട്ട് അടച്ച് ഒരു 15-20 മിനിറ്റ് വരെ നമുക്ക് ഫ്ലെയിം കൊടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്ത് ചെറിയ ചൂടോട് കൂടി തന്നെ ഡീമോൾഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്ത് ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുറിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1.5 മണിക്കൂറായി. ഇനി നമുക്കിത് മുറിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡ് കാരമൽ പുഡിംഗ് ഇവിടെ റെഡിയായി. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.